നിങ്ങൾക്ക് ഈ ഫ്രണ്ട്സ് ഹെൽപ്പ് ഉണ്ടായിരുന്നു? എന്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലും? അല്ല, ഇൻഡസ്ട്രിയിൽ ഒരാളുണ്ടായിരുന്നു. 2 വണ്ടി മാറിയിട്ടേ കയറി, കാരണം പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി വേറൊരു വണ്ടി കൂടെ ഉണ്ടായിരുന്നു. എന്നെ കോന്തുരുത്തിന്ന് പിക്ക് ചെയ്ത് എടപ്പള്ളി വരെ ഒരു കാറ്. അപ്പൊ ആ കോന്തുരുത്തിന്ന് പിക്ക് ചെയ്യാൻ വന്ന വണ്ടിയിൽ ഞാൻ ശരിക്കും വണ്ടി കയറി. വണ്ടിനകത്ത് ആരെ ഇരിക്കണം ഞാൻ നോക്കില്ല. ഞാൻ മൊബൈൽ ഉണ്ടായിരുന്നു അപ്പൊ? ഇല്ല. അറിഞ്ഞ ചേട്ടൻ വരുമെന്നൊക്കെ? അത് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ച് അങ്ങനെയാണ്. കാരണം ഫോണൊക്കെ അപ്പോഴും എന്റെ കയ്യിൽ പോയി ഒന്നുമില്ല. ഇത് ഭയങ്കര വലിയൊരു പ്ലാൻ ആണല്ലോ. കോണ്ടാക്ട് ചെയ്യാന്ന് വെച്ചാല് ഫോണ് മാറ്റി അമ്മയുടെ കയ്യിലുള്ളൂ. ഫോൺ അമ്മയുടെ കൂടെ. അപ്പൊ ഇതിന്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രീനാഥേട്ടനില്ലേ, നടൻ ശ്രീനാഥേട്ടൻ ലയ ചേച്ചിയെ കല്യാണം കഴിച്ച സമയമാണ്. അപ്പൊ ലയ ചേച്ചി ലൊക്കേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ലയ ചേച്ചി ഞങ്ങൾക്ക് അന്ന് പരിചയമുണ്ട്. അപ്പൊ ഒരു ദിവസം ഉച്ചയ്ക്ക് ഇതുപോലെ ശ്രീനാഥേട്ടൻ എന്നോട് പറഞ്ഞു, ചാന്ദിനി ഇതാ ലത വിളിക്കണം, നിന്നോട് എന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫോൺ എന്റെ തന്നപ്പം എന്നോട് ഞാൻ അങ്ങോട്ട് പോയി നിൽക്കാം, അവിടെ റേഞ്ചുള്ളൂ. റേഞ്ച് തൃപ്പൂണിത്തുറ വീട്ടിൽ റേഞ്ച് ഇല്ല ഫോൺ. അവിടെ പോയി ഷൗട്ടിനാണ് ലൈനില് ഹലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് പേരായാലും സംയുക്ത വർമ്മ, രഹന, അവർക്കൊക്കെ അറിയാം. അവർക്കൊക്കെ അറിയാവുന്നതാണ്. ആ സമയത്ത് അറിയുന്നവരാ. പിന്നെ എനിക്ക് വേണ്ടി ഗണേശേട്ടനൊക്കെ സംസാരിച്ചു. ഗണേഷ് കുമാറൊക്കെ എനിക്ക് വേണ്ടി സംസാരിച്ചു. അച്ഛനോടൊക്കെ സംസാരിച്ചപ്പോ തരില്ലെന്ന് പറഞ്ഞു. സംസാരിക്കണ്ട, നടക്കില്ല. പിന്നെ അത് കഴിഞ്ഞു ആരൊക്കെയോ അതിനുവേണ്ടി മുൻകൈ എടുത്തു. പക്ഷെ നടന്നില്ല ഈ പറഞ്ഞത്. പിന്നെ ഒറ്റ വഴിയുള്ളൂ, ഏറ്റവും നല്ല ശുഭമുഹൂർത്തത്തിൽ ഞങ്ങൾ ഓടിയ ഓട്ടം വെച്ചാൽ അത് ഈ ഷാട്ടം പറഞ്ഞ ദിവസം തൊട്ടുള്ള എന്റെ ഒരു ടെൻഷൻ, മാനസികാവസ്ഥ പറയുന്നത് ഇത് എങ്ങനെ പ്ലാൻ ചെയ്ത്. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള കാര്യം ഞാൻ തന്നെ പ്ലാൻ ചെയ്യണമല്ലോ. ശരിക്കും പറഞ്ഞ ഉറക്കമില്ല, ഭക്ഷണമില്ല. അപ്പൊ വീട്ടിലെ അമ്മയും അച്ഛനായിട്ടൊന്നും ഞാൻ മിണ്ടുന്നില്ലായിരുന്നു സദ്യ പിടിച്ച സമയം. അപ്പൊ ഇവരോട് മിണ്ടി മിണ്ടി തുടങ്ങി. അല്ല, അവർക്കൊരു വിഷമം വേണ്ടല്ലോ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദിവസത്തെ മാനസികാവസ്ഥ ഭയങ്കരമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എല്ലാം ഓക്കെ. എല്ലാ ബന്ധുക്കളും കൂടെ വീട്ടിലേക്ക് കല്യാണ ഫോട്ടോ പോലും ഇല്ല, ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ ഈ പറയുന്ന എല്ലാവരും കൂടെ വന്നിട്ട് പറഞ്ഞു, ആരും പരസ്പരം നോക്കുന്നില്ല, എല്ലാവരും നാണം അപ്പൊ ഞാനും ഒന്നും പറയുന്നില്ല. അപ്പൊ എന്താ പറയണ്ടേ, അവർക്ക് കല്യാണമായിട്ട് ഇനി ഒരു ഫംഗ്ഷൻ നടത്തിയിട്ട് നമുക്ക് എല്ലാവരും കൂടെ കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ എന്റെ ആങ്ങളെയും തല്ലാൻ വരുന്നതാണോ ഒരു ഗ്രൂപ്പ് ആൾക്കാർ, ആങ്ങളെയും എന്റെ മൂത്തേട്ടനും അച്ഛനും അനിയനും കൂടി പാലക്കാട് വന്നു. ഷാഡിന്റെ അച്ഛനെ കൊണ്ട് സംസാരിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്റെ മോൻ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ല, എന്റെ മോന്റെ ഭാര്യയാണ് കൊണ്ടുപോകാൻ. അച്ഛൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അച്ഛന്റെ ദേശക്കാരെയൊക്കെ വിളിച്ച് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞങ്ങളെ കാണുന്നവര്. ഞങ്ങളെ കാണാൻ വന്ന് കഴിഞ്ഞിട്ട് എന്റെ ഏട്ടൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു. അതിനുമുമ്പ് തെറപ്പിറ്റിസ്റ്റിനാണ് ഞാൻ അച്ഛനെ വിളിച്ച് സംസാരിച്ചു. പേപ്പറിൽ ന്യൂസൊക്കെ വന്നതിന് ശേഷം അച്ഛനെ വിളിച്ച് സംസാരിച്ചു. പിന്നെ അവര് ഏട്ടനും ഇളച്ചനും കൂടി രാവിലെ എന്നെ കാണാം, എന്നെ ഷാഡിനെയും കാണാം. ന്യൂസായോ? കല്യാണം നരേന്ദ്രമോദിയുടെ പുതിയ കാര്യങ്ങൾക്ക് ഞങ്ങളുടെ ഇതിന് മാത്രം അന്ന് പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഏട്ടനും ഇളച്ചനും കൂടി വന്ന് പ്രസ് മീറ്റ് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞങ്ങളിപ്പോ സാധാരണ ഇപ്പൊ ഇവള് പിന്നെയും ഹീറോയിനായിട്ടൊക്കെ കുറെ സിനിമകളുണ്ട്. ഞാനൊരു അതേപോലത്തെ ഈ ഗ്രൂപ്പ് സിനിമകളൊക്കെ അങ്ങനെയുള്ളൂ. നമുക്കൊരു പ്രസ് മീറ്റിന്റെ ആവശ്യമില്ല. പക്ഷെ ഇതൊരു വിവാദമായ ഓട്ടമായതുകൊണ്ട് അത് പ്രസ് മീറ്റായി ഞങ്ങള് താലി കെട്ടിയെന്ന് അത് ന്യൂസ് ആയിരുന്നു പേപ്പറിൽ. അപ്പം അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവര് വന്നു കഴിഞ്ഞ് പിന്നെ അച്ഛനും ഇളയന്മാരും എല്ലാരും കൂടി എന്നെ വന്ന് ഫംഗ്ഷൻ വെച്ചു ഇവിടെ. അല്ല, അന്ന് അവര് വന്ന ശേഷമാണ് ഗൃഹപ്രവേശം. ഷാഡിന്റെ വീട്ടില് അന്ന് രാത്രി 8 മണിക്കാണ് അല്ലേ അങ്ങനെ ഗൃഹപ്രവേശം. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് പാലക്കാട് റിസപ്ഷൻ, 3 ദിവസം കഴിഞ്ഞിട്ട് കൊച്ചിയിൽ റിസപ്ഷൻ. അല്ല, പാലക്കാട് റിസപ്ഷൻ കഴിഞ്ഞിട്ട് കൊച്ചിയിലേക്ക് ഷാഡിനെ കൊണ്ടുപോവാ. ഷാഡ് പറഞ്ഞ സുനി അവിടെ പോയിട്ട് വളഞ്ഞിട്ട് തല്ലോ. ഇതൊക്കെ ഒരു സ്ട്രാറ്റജിയാണോ? ഇവിടെ പിടിച്ചും വെച്ച് എന്നെ തിരിച്ചു അയച്ചല്ലേ, അതേ വണ്ടിയിൽ ഞാൻ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? ഇല്ല, അതല്ല ഞാൻ പറയാ, സ്വാഭാവികമായിട്ട് എന്താണ് മൂടെന്നറിയില്ല. പക്ഷെ നമ്മളൊരു തീരുമാനം കഴിഞ്ഞ് നമ്മൾ ഷാഡിന് ഭയങ്കര ചമ്മലുണ്ടായിരുന്നുണ്ട്. ഞങ്ങള് ഇവിടെ വന്ന് എന്റെ കോളനിയിൽ വന്നപ്പോ ഞങ്ങളുടെ ആന്റിമാരൊക്കെ അവിടെ ഞാൻ കളിച്ചു വളർന്ന ആളല്ലേ. അപ്പൊ സുനി നീ പറഞ്ഞ ഒരു ആന്റി വന്നെ മുതുകത്തിങ്ങനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ കോളനിയിൽ ആദ്യത്തെ കല്യാണം എന്റെയാണ് കുട്ടികളുടെ ഇതില്.
അപ്പൊ അവിടെ ഒളിച്ചോട്ട പോയി നല്ലൊരു കാര്യത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അല്ല പിന്നെ അവിടെ ലവ് മാരേജുകളെല്ലാം ലവ് മാരേജ് നടത്തി കൊടുത്തു. ഞങ്ങളുടെ പിന്നെ എല്ലാ പാരന്റ്സും പെണ്ണ് ചോദിച്ച അപ്പ കൊടുക്കുകയാണ്. എന്താ അറിയോ, ചെന്നാലും ഓടിച്ചോടി പോകും. അപ്പൊ അതുകൊണ്ട് എല്ലാ കല്യാണങ്ങളും നടന്നു ഇവള് കാരണം. പക്ഷെ ഒറ്റ കല്യാണം കൊണ്ടൊരു ഭീഷണിയായിട്ട് മൊത്തം ആ കോളനിയിലുള്ള എല്ലാ പെൺപിള്ളേരും പ്രേമിക്കുന്നവരുടെയൊക്കെ ഇപ്പോഴും കല്യാണം നടന്നുകൊണ്ടിരിക്കുക അവിടെ. കാരണം വെച്ചാൽ പണ്ട് ആ സുനി പോയ പോലെ എന്ന് പറയാൻ പാടില്ല. അയ്യോ എത്ര വർഷം കഴിഞ്ഞാലും ആളുകൾ അല്ല പറഞ്ഞോണ്ടിരിക്കും. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഷാർട്ടിനെയും കൊണ്ട് ജയേട്ടനും ദിനേട്ടനും കൂടി പുറത്തേക്ക് പോയി. അപ്പൊ എനിക്ക് ടെൻഷൻ, ഈ മനുഷ്യൻ വണ്ടിയിൽ പറഞ്ഞല്ലോ. ഞങ്ങള് മൂന്നുപേരും കൂടെ പോയി ഹോട്ടലിൽ പോയി അടിച്ചു. പക്ഷെ എനിക്ക് പെട്ടെന്നേ ഒരു ടെൻഷൻ, ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു പേടിയുണ്ട്. അതെ. ഇവര് പോയി കുറെ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് എവിടേക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ഒരമ്മ വെറ്റളിയന്മാരെ പോലെ വരുന്നു. അതെ അതെ. ഒരു കമ്പനിയായിട്ട് തിരിച്ചു വന്നു. പിന്നെ പലരും ഈ പറയുന്ന രീതിയിൽ രഹസ്യമായിട്ട് പറയുമല്ലോ സ്വാഭാവികമായിട്ടും. അവര് ഒളിച്ചോടിയാണ്, അവര് ഈ പറയുന്ന എന്തൊക്കെയോ എന്നൊക്കെ പറയും. നമ്മളെ അതൊരു നെഗറ്റീവ് അല്ല, അത് അച്ഛനമ്മ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ കുടുംബത്തിൽ പലരും പറഞ്ഞു. ആ കുടുംബത്തിലെ എല്ലാവരും പല അവിടെ നിന്ന് ഒളിച്ചോടലും കല്യാണവും എല്ലാം മാറിയിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ ഫാമിലിയില് അതേ കാസ്റ്റുള്ളവരില്ല, എല്ലാരും എല്ലാം വേറെ വേറെ. അപ്പൊ ഈ കുറ്റം പറഞ്ഞവരൊക്കെ സ്വാഭാവികമായിട്ട് അതിൽ തന്നെ എത്തി. ആ സമയത്ത് അവരത് ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് എന്റെ അച്ഛനും. അപ്പൊ അവര് മുമ്പ് പറയാ ചോദിക്കുമല്ലോ. ഇന്നത്തെ അത്രയും കോമൺ അല്ലല്ലോ. അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പല സമയത്ത് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടും കേട്ടും അവർക്ക് അതിന്റെ ഒരു വിഷമമുണ്ട്. ആർക്കൊന്നും പറയാനില്ല, എല്ലാവരും. ചേച്ചിക്ക് പിന്നെ തോന്നിയായിരുന്നു ഇറങ്ങി അങ്ങനെ ചെയ്യണ്ടായിരുന്നു, കുറച്ചു കാലം വെയിറ്റ് ചെയ്യായിരുന്നു? അല്ല, വെയിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ശരിക്കും ഷാർട്ടായിരുന്നു. ഭയങ്കര ഷാർട്ടിന് വാശിയായിരുന്നു ആ സമയത്ത്. അല്ലേ ചേട്ടാ, എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? എന്താ നിങ്ങളിപ്പോ അങ്ങനെ പറഞ്ഞേ? ചില സമയത്ത് അങ്ങനെ തോന്നുന്നു. അത് കഷ്ടകാലം വരുമ്പോ ആ സമയത്ത് എനിക്ക് കേതു ദശയായിരുന്നു. കേതു വേണ്ട വേണ്ട ഞാൻ പലതവണ പറഞ്ഞു. എനിക്ക് മിസ് ചെയ്ത കാര്യം എന്താ പറയുക, എനിക്ക് ഇപ്പൊ എന്റെ വീട്ടിലെ ഒരു കല്യാണം കാണുമ്പോ അല്ലെങ്കിൽ ഇവൾക്ക് അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഒരുങ്ങുന്നതും ആ കല്യാണത്തിന് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ. അന്ന് ഹൽദി ഒന്നും ഇല്ല പോകുന്നത്. അതല്ല നമ്മളിപ്പോ സാരി മേടിക്കുന്നു, അങ്ങനെ ഒരു സംഭവം അതൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു കല്യാണല്ലേ നമ്മള് മക്കളിലെങ്കിലും അങ്ങനെയൊക്കെ വേണമെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് എങ്ങനെയാണ്. നമുക്കില്ലാതെ ആയിരുന്നല്ലോ. അതാണ് ആഘോഷങ്ങളാണ് നമ്മൾ മിസ് ചെയ്യുന്നത്.